ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡ് പൊടിച്ചത്, അതായത് ബ്രെഡ് ക്രംസ് ഉണ്ട്. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്താണ്. ഇത് നമ്മുടെ വാഴച്ചുണ്ടും പൊട്ടറ്റോയും കൂടെ ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ, നമുക്ക് നിമിഷങ്ങൾക്ക് വിതിൻ സെക്കൻഡ്സ് നമുക്ക് ഈ കട്ട്ലറ്റ് നല്ല ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് അത് ഒത്തിരി നമ്മൾ കയ്യിലിട്ട് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് അതിനുള്ളൊരു ടിപ്സ് ആണ്. അതുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ. അപ്പം ഞാനിനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിൽ, നമുക്ക് എത്ര വലുപ്പമാണോ കട്ട്ലറ്റിന് വേണ്ടിയത് അതിൻ്റെ സൈസിലുള്ളൊരു കുപ്പിയുടെ അടപ്പെടുക്കുക. നിങ്ങളുടെ ഇപ്പോൾ മിൽമയുടെയൊക്കെ അതിൻ്റെ നെയ്യുടെ അടപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണേലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അടപ്പ് നമ്മൾ എടുക്കുന്നു. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കട്ട്ലറ്റ് ഇതിൻ്റെ നമുക്കൊരു പോർഷൻ ഇങ്ങനെ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുക. ആദ്യം ഒരു സാമ്പിളുമായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി, എന്തെങ്കിലും സൈസ് വേണമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഉരുട്ടി നോക്കുക. എന്നിട്ട് ഈ അടപ്പിലോട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക, പ്രസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ സൈസ് നമുക്ക് കറക്റ്റാണ്. കാരണം ഈ കുപ്പിക്കകത്ത് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്, സൈസ് കറക്റ്റാണ്. അപ്പം ഇതേ സൈസിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേ സൈസിൽ നമുക്ക് എല്ലാം ഉരുളകളാക്കി വെക്കണം. ഈ സൈസിലുള്ള ഉരുളകളാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം ഇങ്ങനെ നമുക്ക് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഒരെണ്ണം ഉരുട്ടി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഏകദേശം എന്തേലും വേണം എന്നുള്ളത് മിക്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം ഇങ്ങനെ ഉരുട്ടി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ഉരുളകളും എടുത്തതിന് ശേഷം ഓരോ ഉരുള എടുക്കുന്നു. എന്നിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കുന്നു. എല്ലാ ഭാഗവും മുങ്ങണം. അതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഈ നനഞ്ഞ കൈ കൊണ്ട് തന്നെ പിന്നെ ആക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഇതെല്ലാം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും പറ്റുന്ന പോലെ ഇത് ഇങ്ങനെ കോട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ അടപ്പിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, പുറത്തോട്ടൊക്കെ വല്ല പോകുന്നുണ്ട് അത് അകത്തോട്ടേക്ക് ആക്കി വെക്കുക. എന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ ഇത് ഷേപ്പായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ആക്കിപ്പിടിക്കും ഇത് വന്നുണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലായിടത്തോടെ ഒന്നുകൂടി ഇച്ചിരി കോട്ടിങ് ആകാൻ വേണ്ടി ഒന്നുകൂടി ഇത് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിലോട്ട് ഒന്നുകൂടെ ഉരുട്ടി കൊടുക്കുക. അന്നേരം എല്ലായിടത്തുമായി. ഇനി നമുക്കിത് നമ്മുടെ വേറൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ വയ്ക്കുക. അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. കേട്ടോ, എത്ര പെട്ടെന്ന് ആ ഷേപ്പ് വന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ എല്ലാം. വിതിൻ സെക്കൻഡ്സ് ഇത് ഷേപ്പായി വന്നു. ഇനി നമുക്കിത് ഒന്നുകൂടി ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പുരട്ടിയെടുക്കാം. കണ്ടോ, റോൾ ചെയ്ത് കഴിഞ്ഞു. മറ്റേ നമ്മൾ കയ്യിലിട്ട് ഉരുട്ടി വേണ്ട ഇതിന് ഷേപ്പ് ഉണ്ടാക്കാൻ. ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിനായിട്ടെല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് മുങ്ങാൻ മാത്രം എണ്ണ വേണം. അത്ര എണ്ണ എടുത്ത് ഇതാണ്ട് ഞാനൊരു ചെറിയൊരു പാനിലാണ് വെച്ചേക്കുന്നത്. അന്നേരം പിന്നെ ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ലല്ലോ, അല്ല വെറുതെ കുറേ എണ്ണ വേണ്ടേ. അതുകൊണ്ട് ഓരോന്നാണ് ഞാൻ ഓരോ പ്രാവശ്യം ഓരോന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടാകുന്ന പോലെ ഇത് ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ടിട്ട് അത് മീഡിയം ടു ഹൈയിലോട്ടാക്കിയിട്ട് ഇത് ചൂടാക്കുക. നല്ല ചൂടായതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക. എന്നിട്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടിയും കുറച്ചിട്ട് അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മീഡിയം ടു ലോ ആക്കാം ഫ്ലെയിം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉടനെ നമ്മൾ തൊടാൻ പാടില്ല, തൊട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ പൊടിഞ്ഞു പോകും. മെല്ലെ നമുക്ക് മറിച്ചിട്ട് നോക്കാം. അത് തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങനെ എടുക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് ഇരുന്നൊരു മൂപ്പുണ്ട്, അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് എടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ആദ്യത്തേതായി നമുക്കിത് എടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് എടുക്കാം. അതുകൊണ്ട് നല്ല അടിപൊളി കട്ട്ലറ്റ് ഉണ്ടോ, നിമിഷങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എല്ലാം നല്ല ഷേപ്പിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഇല്ല ഇത്. എല്ലാ കൂട്ടുകാരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.